പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരായ പരാതി. ശശി CPM ജില്ലാ സെക്രട്ടറിയെ കള്ളുകേസിലും സ്ത്രീപീഡന കേസിലും പ്രതിയാക്കാൻ ശ്രമിച്ചു. ഇതിനായി ഒരു മാധ്യമ പ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തിയെന്നും CPM പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദന്റെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ VS ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. വളരെ രൂക്ഷമായ വിമർശനമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നടക്കം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? അതായത് രൂക്ഷമായ ഒരു നടപടി പി കെ ശശിക്കെതിരെ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് രൂക്ഷമായൊരു പ്രതികരണം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ പാലക്കാട് മേഖല റിപ്പോർട്ടിങ്ങിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് പി കെ ശശിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അദ്ദേഹം ആ വാക്ക് പ്രയോഗിച്ചത് നീചമായ പ്രവൃത്തി എന്നുള്ളതാണ്. നീചമായ പ്രവൃത്തി പി കെ ശശിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സാമ്പത്തിക തട്ടിപ്പുകൾക്കപ്പുറത്തേക്ക് ജില്ലാ സെക്രട്ടറിയെ തന്നെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ പി കെ ശശി ശ്രമിച്ചു എന്നുള്ളൊരു ഗുരുതരമായ ഒരു ആരോപണവും സംസ്ഥാന സെക്രട്ടറി ഈ ഒരു മേഖലാ റിപ്പോർട്ടിങ്ങിൽ പറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് പി കെ ശശിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് പാർട്ടി പോയത്. ശരിക്കും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കേണ്ട നടപടിയായിരുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട നടപടിയാണ് പി കെ ശശി ചെയ്തത്. പക്ഷേ ഒരു മുതിർന്ന അംഗം എന്നുള്ളൊരു പരിഗണന നൽകിയാണ് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന നടപടികളിലേക്ക് എത്തിയത്. അതേസമയം തന്നെ ഇത് തെറ്റുതിരുത്താനുള്ളൊരു നടപടിയാണെന്നും MV ഗോവിന്ദൻ ഈ മേഖലാ റിപ്പോർട്ടിങ്ങിൽ ആവർത്തിച്ചു. ഇത് തെറ്റുതിരുത്താൻ പി കെ ശശി സ്വയം തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് അദ്ദേഹം ചെയ്യുമെന്നുള്ളതും അല്ലെങ്കിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായൊക്കെ തന്നെ MV ഗോവിന്ദൻ ഈ മേഖലാ റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു. അതേസമയം തന്നെ നമുക്കറിയാം, ആലപ്പുഴയിൽ പാർട്ടി വളരെ രൂക്ഷമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സമയത്ത് പല മുതിർന്ന നേതാക്കൾക്കുമെതിരെ നടപടിയെടുക്കുന്നതിൽ പാർട്ടി ഒരു മടിയും കാണിച്ചിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് പി കെ ശശിയെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നു? ഇത്രയും അധാർമികമായ കാര്യങ്ങളിൽ ഉൾപ്പെട്ടു എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി പാർട്ടി സെക്രട്ടറി സമ്മേളനത്തിൽ പറഞ്ഞിട്ട് കൂടി ഒരു നടപടി എന്തുകൊണ്ടുണ്ടാവുന്നില്ല? പി കെ ശശിക്കെതിരെ നടപടി ഉണ്ടായി. നമ്മൾ രൂക്ഷമായ നടപടി ഉണ്ടായില്ല എന്ന ഒരു വിലയിരുത്തൽ പോയാൽ അത് തെറ്റാണ്. കാരണം പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന രീതിയിലേക്ക് കർശനമായ നടപടി പി കെ ശശിക്കെതിരെ ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തെ പുറത്താക്കിയില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട നടപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ മുതിർന്ന അംഗം എന്നുള്ളൊരു പരിഗണന നൽകുന്നു എന്നുള്ളതാണ് ഈ മേഖലാ റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. മോദി ചോദിച്ച ഒരു കാര്യം, എന്തുകൊണ്ട് അങ്ങനെ ഒരു പരിഗണന പി കെ ശശിക്ക് മാത്രം നൽകുന്നു എന്നുള്ളതാണ്. കർശനമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നത് സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ, അല്ലെങ്കിൽ പി കെ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നടപടിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ, അല്ലെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാന സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു കാര്യമാണ് ഉണ്ടായതെന്ന് പറയുമ്പോഴും പാർട്ടിയിൽ നിന്ന് എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. ആ തരത്തിലേക്ക് ഇത്തരത്തിൽ ഒരു കർശനമായ നടപടിയുണ്ട്. ഇനി സമ്മേളനകാലം വരികയാണ്. സ്വാഭാവികമായും പി കെ ശശിയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ തന്നെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഭാഗീയ പ്രവർത്തനങ്ങൾ ഇത്തവണ അനുവദിക്കില്ല, അതിന് കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ പാലക്കാട് മേഖലാ റിപ്പോർട്ടിങ്ങിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ അംഗങ്ങൾക്ക് നൽകിയത്. ഏതായാലും പി കെ ശശിക്കെതിരെ നടപടി ഉണ്ടെങ്കിലും അതിനെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് റിപ്പോർട്ടിങ്ങിൽ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. പുറത്തു വെച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും അതിൽ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമായി പറയുന്നത് പാർട്ടിയിൽ കള്ളക്കേസിൽ ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനൊരു മാധ്യമ പ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തി എന്നുള്ളതൊക്കെ അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളുണ്ട്. ആരാണ് ആ മാധ്യമ പ്രവർത്തന, ആ കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. ഏതായാലും രൂക്ഷമായ ഒരു വിമർശനമാണ് ഈ മേഖലാ റിപ്പോർട്ടിങ്ങിൽ ഏതായാലും MV ഗോവിന്ദൻ ഈ പറയുന്ന